കിട്ടിലേനൊരു സിനിമ കണ്ടു. സൂപ്പർ സിനിമ. ഒരു സിനിമ കണ്ട് നമ്മൾ മരവിച്ച് പോവുക, വല്ലാതായി പോവുക, അങ്ങനത്തെ കുറേ സിനിമകളുണ്ട്. അത്തരത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ് കോഫി ടേബിൾ എന്ന 2022 ഇറങ്ങിയ ഈ ഒരു സിനിമ. എന്താ പറയുക, ഇതിൻ്റെ കഥയല്ല, ഇതിൻ്റെ ക്ലൈമാക്സിലുണ്ടാകുന്ന ഒരു മരവിപ്പുണ്ടല്ലോ, നമ്മൾ പ്രേക്ഷകനുണ്ടാകുന്നൊരു മരവിപ്പ്. സിനിമയുടെ തുടക്കം തന്നെ നമ്മൾ മരവിച്ച് പോകും. അതൊരു വമ്പൻ സീനാണ്. മരവിച്ച് പോകും, നമ്മൾ വല്ലാതായി പോകും. പിന്നെ അത് ആ കഥ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയിലെ 1.5 മണിക്കൂറിൽ ഒരു പ്രേക്ഷകന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കോഫി ടേബിൾ പേര് പോലെ തന്നെ ഒരു ഫർണിച്ചർ കടയിൽ നമ്മുടെ നായകനും നായികയും ഒരു ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവിടെ ഒരു നല്ല ഷേപ്പുള്ള നല്ലൊരു സുന്ദരമായിട്ടുള്ളൊരു കോഫി ടേബിൾ അവർ കാണുന്നത്, ചെറിയൊരു ടീപ്പോയി എന്നല്ല അത് കാണുക. അങ്ങനെ നായിക പല സമയത്തും പറയുന്നുണ്ട് അവർക്കൊരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടിയാണ്, 5-6 മാസമായിട്ടുള്ളൂ, 5-6 മാസം കൂടെ ആയിട്ടില്ല, അത്രയും ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവർ ആ കുട്ടിയായിട്ടാണ് ഈ ഫർണിച്ചർ മേടിക്കാൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ സെയിൽസ്മാൻ ഇവരെങ്ങനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്, ഇത് ഭയങ്കര ആർക്കിടെക്ചറൽ വിദഗ്ധരൊക്കെ ഉണ്ടാക്കിയ ടേബിളാണ്, ഇത് ഭയങ്കര അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ടേബിളാണ്, ഇതിന് പ്രൈസ് ഇത്തിരി കൂടുതലാണ്, പക്ഷേ എന്നാലും ഇത് നിങ്ങളുടെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഗ്ലാസ്, ഇതിൻ്റെ ടേബിൾ ഇങ്ങനെ 2 കൈകൾ ഇങ്ങനെ ഉയർത്തിയ 2 ശില്പമാണ് അതിൻ്റെ ടേബിളിൻ്റെ കാലുകൾ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഗ്ലാസ് വയ്ക്കാം, ഒരു ശരിക്കുള്ളൊരു ഗ്ലാസ് വയ്ക്കാം. അപ്പോൾ ഈ ഗ്ലാസ് ഒന്നും ഒരിക്കലും തകരില്ല എന്നുള്ളതൊക്കെ അങ്ങനെ സെയിൽസ്മാൻ അത്രയും കൺവിൻസ് ചെയ്യാണ് ഇത് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നായകന് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഇത് വാങ്ങിയേക്കാം, റൂമിൽ ഇത് വെച്ചാൽ നല്ല രസമുണ്ടാവും, ആളുകളൊക്കെ വരുമ്പോൾ കണ്ടാൽ നല്ല രസമുണ്ടാവും. നായിക 100 പ്രാവശ്യം പറയുന്നുണ്ട് ഇത് വേണ്ട, ഇത് വാങ്ങണ്ട, നമുക്കിത് ആവശ്യമില്ല. അവിടെ വെച്ച് തന്നെ സെയിൽസ്മാൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ നായിക പറയുന്നു, അതായത് ഭാര്യ, നമ്മുടെ ഹസ്ബൻഡും ഭാര്യയും ഭാര്യ, അവൾ പറയാണ് ഇത് വേണ്ട, എനിക്ക് ഇനി നമ്മുടെ റൂമിലേക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അവൾ അവിടുന്ന് കുറേ കച്ചറയൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ നായകൻ അത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപ്രകാരം അദ്ദേഹം അത് വാങ്ങും. അങ്ങനെ അവരുടെ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ തൊട്ടടുത്ത് വേറൊരു അയൽക്കാരുണ്ട്. അപ്പോൾ അയൽക്കാരിലൊരു ചെറിയൊരു ടീനേജ് കുട്ടിയുണ്ട്. ഈ കുട്ടിക്ക് നമ്മുടെ നായകനോട് ചെറിയൊരു ഇൻഫാക്ച്വേഷൻ ഉണ്ട്, സെക്ഷുവലി ഒരു ഇൻഫാക്ച്വേഷൻ. അപ്പോൾ നായകൻ പറയുന്നുണ്ട്, ഹസ്ബൻഡ് അതായത് ഉത്തമനായ ഉള്ള ഒരു ഉത്തമ പുരുഷനാണ്, അദ്ദേഹം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു കുട്ടിയൊക്കെ ആയി തൻ്റെ കുട്ടിയെ, തൻ്റെ ഭാര്യ എന്നുള്ള ലോകത്ത് ജീവിക്കുന്ന ഒരു സാധാരണ ജീസസ് എന്നാണ് അയാളുടെ പേര്. എഴുതുമ്പോൾ ജീസസ് എന്നാണ് എഴുതുക, പക്ഷേ ജ്യൂസസ് എന്നാണ് അത് വായിക്കുക. അയാൾ സിനിമയിൽ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ നായകൻ്റെ അടുത്ത് നായകൻ പല സമയത്തും ഈ കുട്ടിയെ അവിടുന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ കോഫി ടേബിൾ റൂമിലെത്തുകയാണ്. റൂമിൽ അദ്ദേഹം ഫിക്സ് ചെയ്യുന്നു, അദ്ദേഹം അതിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ റെഡിയാക്കി വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രൂ എടുക്കാൻ വിട്ടുപോകുന്നു. അപ്പോൾ ഇയാൾ സെയിൽസ്മാനെ വിളിക്കുന്നു, ഈ സ്ക്രൂ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ബാക്കി സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, ഈ ഒരു ഗ്ലാസ് ഉണ്ട്, ഇതിൻ്റെ ടേബിളിൻ്റെ മേലെ വയ്ക്കുന്ന ഗ്ലാസ്സൊക്കെ ഒരു ടേബിളിൻ്റെ സൈഡിൽ തന്നെ ചാരി വയ്ക്കുന്നു. അപ്പോൾ തൻ്റെ ഭാര്യ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ കുട്ടിയെ നോക്കണം, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് പെട്ടെന്ന് വരാം, 2 മണിക്കൂർ കൊണ്ട് ഞാൻ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നായിക പുറത്തേക്ക് പോകുന്നു. കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയാണ്, വളരെ പിഞ്ചു പൈതലാണ്. അപ്പോൾ അതാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുക, ഫീഡ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരച്ഛൻ എന്നുള്ള ലെവലിൽ ഇദ്ദേഹം ഇങ്ങനെ കുട്ടിയെ താലോലിച്ച് ആ ഗ്ലാസ് തട്ടി അയാൾ അവിടെ താഴെ വീഴും. ഗ്ലാസ് കയ്യിലൊക്കെ കുത്തി കയറും. കുട്ടിയുടെ അവസ്ഥ ഞാൻ പിന്നെ പറയണ്ടല്ലോ, കുട്ടി തൽക്ഷണം ഇല്ലാണ്ടാവും. കുട്ടിയുടെ തലയും ഉടലും മാറിപ്പോവും, തല മറ്റൊരു ചെയറിൻ്റെ അടിയിലേക്ക് വീണു പോകും, ചോരക്കളമാവും അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ. അദ്ദേഹമാണെങ്കിൽ സ്റ്റക്ഡ് ആവും, അതായത് തൻ്റെ കൈപ്പിഴ കൊണ്ട് തൻ്റെ കൈക്കുഞ്ഞ് തൻ്റെ കയ്യിൽ വെച്ച് മരിച്ചുപോയി. അമ്മ നമ്മുടെ നായിക വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിൽസ്മാനായിട്ട് അത്ര അടി ഉണ്ടാക്കിയ ഒരു ലേഡിയാണ്. അവളുടെ റിയാക്ഷൻ എന്താകും, ആ സത്യം എങ്ങനെ നമ്മുടെ നായികയോട് പറയും? ആ ഒരു അവസ്ഥയിൽ സ്റ്റക്ഡായി നിൽക്കുന്ന നായകൻ, കുട്ടിയെ അയാൾ വാരിയെടുക്കും, നന്നായിട്ട് ഡ്രസ്സൊക്കെ, അതായത് ചുറ്റിലും ഡ്രസ്സൊക്കെ ഇട്ട് റൂമിൽ കൊണ്ടുപോയി കിടത്തും, തൊട്ടിൽ കൊണ്ടുപോയി കിടത്തും, റൂം അടയ്ക്കും. ചോര ഉറ്റി വീഴും ആ ഒരു തൊട്ടിലിൻ്റെ ഉള്ളിലും. പിന്നെ നമ്മളും ആ ഒരു ട്രോമയിലായി പോകും, അയ്യോ എന്തായി. സിനിമയുടെ തുടക്കമാണിത്. പിന്നെ അങ്ങോട്ട് സിനിമ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ പ്രേക്ഷകനും കാണുന്നത്. ഭാര്യ വീട്ടിലേക്ക് വരുന്നു, മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് ഭാര്യ വീട്ടിലേക്ക് എത്തുന്നു, കുട്ടി എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ റൂമിൽ ഉറക്കിയിട്ടതാണെന്ന് പറയുന്നു. അങ്ങനെ അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ മറ്റ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഭർത്താവ് അപ്പോഴും ആ ഒരു രഹസ്യം, തൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള രഹസ്യം ഭാര്യയോട് പറയാതെ എത്രത്തോളം സമയം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റും?
അത്രത്തോളം അദ്ദേഹം പിടിച്ചു നിൽക്കുന്നതും ആ ഒരു മാനസിക സംഘർഷത്തിൽ നിൽക്കുന്നതും പലതവണ അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ നമ്മളും ആ ഒരു ട്രോമയിലായിപ്പോവും. എന്തായിരിക്കും അവിടെ സംഭവിക്കുക, ആ ഒരു റൂമിൽ, ആ ഒരു വീട്ടിൽ, ആ ഒരു ദമ്പതിമാർക്കിടയിൽ സംഭവിക്കുക, മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ്. ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത്. ഇന്നിപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു റിവ്യൂ പറയുമ്പോഴും ഈ ഒരു വീഡിയോയെക്കുറിച്ച് പറയുമ്പോഴും ഞാനും ആ ഒരു മെൻറ്റാലിറ്റിയിലാണ്. ഞാൻ സിനിമയാണ്, നമുക്കറിയാം, കഥയാണ്, ഫിക്ഷനാണ്, പക്ഷേ അത് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. ആ ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കുകയാണ് സിനിമയിലൂടെ. അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കും ഈ ഒരു ഇത്തരം സിനിമകൾ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്, മാരക സിനിമയാണ്. ഒരു സിനിമ നമ്മളെ മൂഡ് ഓഫ് ആക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ നമ്മളെ വ്യതിചലിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സിനിമ. അതാണ് ഒരു ബെസ്റ്റ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ് കോഫി ടേബിൾ. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം.